പാപനാശം ബീച്ചിലേക്കാണ്. ആവശ്യത്തിന് ലൈഫ് ഗാർഡുമാരും സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്ത ദുർഗതിയിലാണ് തിരുവനന്തപുരം വർക്കലയിലെ പാപനാശം ബീച്ച്. വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന ബീച്ചിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല. 20 പേർ കടലിൽ വീണ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ നടപടിയെടുക്കാനും ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. സമീപകാലത്ത് സംസ്ഥാനത്ത് നടന്ന പ്രധാന വിനോദസഞ്ചാര ദുരന്തമായിരുന്നു തിരുവനന്തപുരം വർക്കല പാപനാശത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടം നടന്ന് 4 മാസമായിട്ടും കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. ഹൈക്കോടതിയിലെ കേസ് കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തിപ്പിക്കാനായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഭാഗങ്ങൾ പാപനാശം ബീച്ചിന് സമീപം സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. വർക്കലയിൽ 7 പ്രധാന ബീച്ചുകളാണുള്ളത്. ആലിയിറക്കം, ഏണിക്കൽ, പാപനാശം, തിരുവമ്പാടി, ഓടയം, വെറ്റക്കട, കാപ്പിൽ. ഈ വർഷം വർക്കലയിലെ ബീച്ചുകളിലാകെ 16 പേരാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. പാപനാശത്തും തിരുവമ്പാടിയിലും മാത്രമാണ് ലൈഫ് ഗാർഡുമാരുടെ സേവനമുള്ളത്. ഇവിടെ തന്നെ ആവശ്യത്തിന് ലൈഫ് ഗാർഡുമാരില്ല എന്നാണ് പരാതി. പണ്ട് ഒരു ഡ്യൂട്ടി പോസ്റ്റിൽ 2-3 പേരിരിക്കുന്ന സമയത്ത് ഒരു 4 പേരോ 5 പേരോ ഒഴുക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഒരാൾ ചാടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരും, മൂന്നാമത്തെ ആൾ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 5 പേരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 5 പേര് പോയി കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി പ്ലേസിൽ ഒരാളേ ഉള്ളൂ. അത് പോയി കഴിഞ്ഞാൽ ഈ പോണ ലൈഫ് ഗാർഡും കൂടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിട്ടും പാപനാശം ബീച്ചിൽ ഒരു ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള റൂമുകളോ ഇല്ല. മലിനജലം കടലിലേക്ക് ഒലിച്ചിറങ്ങുന്നതിനും വർഷങ്ങളായി പരിഹാരം കണ്ടിട്ടില്ല. I didn't see any public toilets along the whole stretch of the beach. So the only option is to go to the cafes which are up the cliff. സ്ത്രീകൾ വന്നിട്ട് അവർക്കൊന്ന് ടോയ്ലറ്റിൽ കൊണ്ടൊരു ആവശ്യം പറയുന്ന സമയത്ത് നമ്മൾ വളരെ സങ്കടത്തിലാണ് സത്യം. അവർക്ക് പിന്നെ ഈ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ പറഞ്ഞ ഒരു നിയമം ഉണ്ട്. പക്ഷെ പല ഹോട്ടലുകാരും നമ്മുടെ ഈ ആൾക്കാർ ചെല്ലുന്ന സമയത്ത് അവരെ ചെയ്യിക്കത്തില്ല. ആയിരക്കണക്കിന് വിദേശ സഞ്ചാരികൾ എത്തുന്ന രാജ്യത്തെ ഒരു പ്രധാന ബീച്ചായി പാപനാശം ബീച്ച് മാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബീച്ചൊന്ന് മേനി നടിക്കുമ്പോഴും അതിനൊത്ത സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതിൽ പാലോട് തന്നെ തത്സമയം ചേരും വിശദാംശങ്ങളുമായി. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 പേരുടെ മരണം, കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്തൊക്കെയാണ് പാപനാശം ബീച്ച് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? ഓരോന്നായി. വർക്കലയിൽ ആകെ പ്രധാന 7 ബീച്ചുകളുണ്ട്. ഇവിടെ പലയിടത്തും വിനോദസഞ്ചാരികൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു ബീച്ച് മാത്രമാണ് പാപനാശം ബീച്ച്. 7 ബീച്ചുകളിൽ 2 മാത്രമാണ് ലൈഫ് ഗാർഡുമാരുടെ സേവനമുള്ളത്. പാപനാശം ബീച്ചിലും തിരുവമ്പാടി ബീച്ചിലുമാണ് ലൈഫ് ഗാർഡുമാരുടെ സേവനമുള്ളത്. ഇനി അഥവാ ഇവിടെ പാപനാശം ബീച്ചിൻ്റെ തന്നെ കാര്യമെടുത്താൽ 6 ലൈഫ് ഗാർഡ് പോസ്റ്റുകളിൽ 2 വീതം ലൈഫ് ഗാർഡുമാർ വെച്ച് വേണ്ടതാണ് എന്നതാണ് സാധാരണയുള്ള രീതി. പക്ഷേ 5 ലൈഫ് ഗാർഡ് പോസ്റ്റുകളിലേക്ക് വലിയ ദൂരമുണ്ട് ഈ പാപനാശം ബീച്ചിന്. ഈ ദൂരമുള്ള സ്ഥലത്ത് ആകെ 4 ലൈഫ് ഗാർഡുമാർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണത് എന്തുകൊണ്ട് ഏതൊക്കെ വിധത്തിൽ ഈ ലൈഫ് ഗാർഡുമാരുടെ ക്ഷാമം രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നവർ വ്യക്തമാക്കുകയും ചെയ്തതൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ചേട്ടാ, എന്താ അവസ്ഥ ഇവിടെ? ഈ പാപനാശം ബീച്ചിനെ കുറിച്ച് ചോദിച്ചാൽ പാപനാശം ബീച്ചിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്താ അവസ്ഥ? ഒരു ടോയ്ലറ്റോ അടിസ്ഥാന സൗകര്യങ്ങളോ ഉണ്ടോ? ഇവിടെ എന്താ അടിസ്ഥാന സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് ഇല്ല. പിന്നെ എപ്പോഴായിരുന്നാലും കുന്നിടിച്ച് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പുരുഷന്മാരാകുമ്പോൾ എവിടെയെങ്കിലും പോയി ഇന്ന് മൂത്രം ഒഴിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു ചെയ്യും? ഇവിടെ ഒന്നുമില്ലല്ലോ. അത് ടോയ്ലറ്റ് സംവിധാനം വർഷങ്ങളായിട്ടും ഇല്ല. ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ തെരുവ് നായ്ക്കളുടെ പ്രശ്നമുണ്ടെന്ന് പറയും. അത് ഇവിടെ കിടക്കണമല്ലേ. അത് ഇപ്പോൾ എല്ലാവരും അടുത്ത് ഭയങ്കര സഹകരണമല്ലേ. അവർക്ക് ആഹാരം കിട്ടാത്തപ്പോഴത്തേക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഇവിടെ ബലിതർപ്പണം നടക്കുന്ന പ്രധാന ഒരു കേന്ദ്രം കൂടിയാണ്. ലൈഫ് ഗാർഡുമാർ തന്നെ അവരുടെ നിസ്സഹായ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. ഒരു ലൈഫ് ഗാർഡിന് ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? 4-5 പേർ തിരയിൽപ്പെട്ടാൽ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്താനാവുക എന്നാണ് ലൈഫ് ഗാർഡുമാർ ചോദിക്കുന്നത്. നമുക്ക് അവരുടെ സംവിധാനങ്ങൾ തന്നെ കണ്ടാൽ അറിയാം. വർഷങ്ങളായി പഴക്കമുള്ളതാണ്. അത്യാധുനിക സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിട്ട് കൂടി ആ നിലയിലുള്ളൊരു സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇവിടെ ലൈഫ് ഗാർഡുമാരുണ്ട്, പക്ഷേ അവർ എണ്ണത്തിൽ കുറവാണ്. ഇതൊക്കെ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് പരിപാടി നടത്തുക? ഒരാൾ വീണുപോയാൽ പെട്ടെന്ന് എടുക്കാൻ ഈ പഴയ സാധനങ്ങൾ വെച്ച് കഴിയുന്നുണ്ടോ? തീർച്ചയായും ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ഒരുപാട് 100% ചാൻസ് ഉണ്ട് ഇത് പൊട്ടിപ്പോകാനുള്ളത്. കാരണം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും.
ഇത് കണ്ടോ, ഇത് മാക്സിമം നമ്മളെ കയ്യിലുള്ളതിൽ വെച്ച് അത്യാവശ്യം നല്ലതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ കയ്യിലുള്ളത് ഇതിനേക്കാളും ഡാമേജ് ആയ സാധനങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത്. കാരണം ഈ ബെൽറ്റൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ ഒരു റെസ്ക്യൂ ട്യൂബിനെ ഈ ഒരു ബെൽറ്റിനാകും ആശ്രയിച്ചാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നമ്മളിത് ഷോൾഡർ ഇട്ടുണ്ടാകുന്ന ഒരാളെ കൊണ്ടുവരേണ്ടത് എല്ലാം ചെയ്യുന്നത്. ഇതൊന്നും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ രണ്ടാമത് കെട്ടിയതാണ്. ഇത് നമ്മൾ രണ്ടാമത് കെട്ടിയതാണ്. ഇത് ഓൾമോസ്റ്റ് ഡാമേജ് ആണ്. ഇത് അത്യാവശ്യം ബെറ്ററാണ്. ഇത് ബാക്കിയെല്ലാം ഡാമേജ് ആയിട്ട് നമ്മൾ റൂമിനകത്ത് വെച്ചിരിക്കുക. അത്യാവശ്യം നല്ലത് നോക്കിയാൽ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്തെങ്കിലും റെസ്ക്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവനം നോക്കണം. വല്ല ഈ ആളുകൾ ഇപ്പം 5 ഡ്യൂട്ടി പോസ്റ്റുകളിടത്ത് 2 വെച്ച് വേണം എന്നാണ് സാധാരണ രീതി. പക്ഷേ നിങ്ങൾ ഓരോരുത്തർ മാത്രമാണുള്ളത്. ആകെ 4 പേരെ ഇവിടെ പാപനാശം ബീച്ചിലുള്ളൂ. ഒരു 4 പേർ ഒഴുക്കിൽപ്പെട്ടാൽ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്. തീർച്ചയായിട്ടും ഈ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് 4 പേര് എങ്ങനെ രക്ഷിക്കണത്? അല്ല, 4 ഒരിക്കലും പറ്റില്ല. അവർ 4 പേരേ ഉള്ളൂ. അപ്പോൾ 4 പേര്, പിന്നെ 4 പേര് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ 4 പേരെ ഒറ്റ ഇതിൽ രക്ഷിക്കാൻ പറ്റും. ഇവിടുത്തെ അവസ്ഥ എന്താ? കുറച്ചുകൂടെ മെച്ചപ്പെടണമെന്ന് തന്നെയാണ് അഭിപ്രായം. ടോയ്ലറ്റിൻ്റെ സംവിധാനം പ്രശ്നങ്ങളുണ്ട്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്ന് രാവിലെ വരെ പാപനാശത്തൊരു അപകടമുണ്ടായി. തിരയിൽപ്പെട്ട് ഒരാൾ അപകടത്തിൽപ്പെടുകയും പെട്ടെന്ന് തന്നെ ലൈഫ് ഗാർഡുമാർ രക്ഷിച്ച് ആശുപത്രിയിലാക്കുകയും ചെയ്തിരുന്നു. ഈ വർഷം 16 പേർ മരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ്. വർക്കലയിലെ വിവിധ ബീച്ചുകളിലായി 16 പേരാണ് മരിച്ചത്. കാപ്പിൽ ബീച്ചിൽ 2 ബന്ധുക്കൾ മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇവിടെയൊക്കെ അടിയന്തരമായ ശ്രദ്ധ ടൂറിസം വകുപ്പിൻ്റേത് വേണം. ഈ കാര്യങ്ങൾ പറയുന്നതിനിടെ തന്നെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിട്ട് 4 മാസമായി. അതിനെതിരെ ഒരു നടപടി കരാർ കമ്പനി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം പാലിച്ചില്ല എന്നത് വ്യക്തമായിരുന്നു. എന്നിട്ട് കൂടി ഒരു നടപടിയിലേക്ക് പോയില്ല എന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം കൂടി ഉയരുന്നത്. ഏതായാലും അടിയന്തരമായ ശ്രദ്ധ അധികാരികളുടെ ഭാഗത്തു നിന്നും വേണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെയും ലൈഫ് ഗാർഡുമാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ഓക്കെ, വളരെ വ്യക്തമാണ്. ആദിൽ ഫാലോടാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിന് പുറമെ ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങളുടെ അഭാവം കുറവാണ്. ലൈഫ് ഗാർഡുമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് റിപ്പോർട്ടറിനോട്. അതായത് ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അയാളെ രക്ഷിക്കുന്നതിന് പോലുമുള്ള സംവിധാനങ്ങൾ വളരെ പഴയതാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് 16 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ബീച്ചിലാണ് ഈ വിധത്തിൽ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കി നൽകാത്തത്. പ്രത്യേകിച്ച് ലൈഫ് ഗാർഡുമാർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകാത്തത് എന്നുള്ളത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്.